ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചിരിക്കുകയാണ് RCB. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് 9 വിക്കറ്റിന് 201 റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ RCB 26 പന്ത് ബാക്കിയാക്കി വിജയം നേടുകയായിരുന്നു. IPL-ൽ ഏറ്റവും വേഗത്തിൽ 200 റൺസ് പിന്തുടർന്ന് നേടുന്ന ജയമാണിത്. നിലവിലെ ചാമ്പ്യന്മാരായ RCB 19 സീസണിലേക്കുള്ള വരവ് ഗംഭീരമാക്കിയെങ്കിലും ഫിൽ സാൾട്ടിന്റെ ക്യാച്ചിന്റെ പേരിൽ വിവാദം കത്തുകയാണ്. ഹൈദരാബാദിന്റെ ഹെൻറിച്ച് ക്ലാസിനെ പുറത്താക്കാനായി ഫിൽ സാൾട്ട് ബൗണ്ടറി ലൈനിൽ നേടിയ തകർപ്പൻ ഡൈവിംഗ് ക്യാച്ചാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. 14-ാം ഓവറിലെ ആദ്യ പന്തിലാണ് ക്ലാസൻ പുറത്താകുന്നത്. 29-ന് 3 വിക്കറ്റ് എന്ന നിലയിൽ ഹൈദരാബാദ് തകർന്നിടത്തു നിന്ന് ഇഷാൻ കിഷനും ക്ലാസനും ചേർന്ന് ഹൈദരാബാദിനെ തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചു. 97 റൺസ് കൂട്ടുകെട്ടുമായി ഇരുവരും മുന്നേറവെയാണ് ക്ലാസൻ വിവാദ ക്യാച്ചിൽ പുറത്താകുന്നത്. 22 പന്തിൽ 2 4-ഉം 1 6-ഉം അടക്കം 31 റൺസാണ് ക്ലാസൻ നേടിയത്. ക്ലാസിന്റെ ഷോട്ട് ബൗണ്ടറി ലൈനിന് തൊട്ടരികെ ഡൈവിംഗ് ക്യാച്ചിലൂടെയാണ് ഫിൽ സാൾട്ട് കയ്യിലൊതുക്കുന്നത്. ബൗണ്ടറി ലൈനിനരികെ തലകുത്തി മറിഞ്ഞാണ് സാൾട്ട് ഈ ക്യാച്ച് എടുക്കുന്നതും. ഓൺഫീൽഡ് അമ്പയർ ഇത് തേർഡ് അമ്പയറുടെ പരിശോധനയ്ക്ക് വിട്ടു. തേർഡ് അമ്പയറുടെ പരിശോധനയിൽ വിക്കറ്റാണെന്ന് വിധിക്കുകയായിരുന്നു. എന്നാൽ വേണ്ടത്ര പരിശോധനകളില്ലാതെയാണ് തേർഡ് അമ്പയർ ഇത്തരമൊരു തീരുമാനം എടുത്തതെന്ന് പറയാം. ഔട്ട് വിധിച്ചതിൽ നിരാശ പ്രകടിപ്പിച്ചാണ് ക്ലാസൻ ഗ്രൗണ്ട് വിട്ടതും. പിന്നീട് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വൈറലായപ്പോൾ ബൗണ്ടറി റോപ്പ് അനങ്ങുന്നുണ്ടെന്ന സംശയം ഉയരുകയും ചെയ്തു. എന്നാൽ വ്യത്യസ്ത ആംഗിളുകളിൽ നിന്ന് പരിശോധിക്കാതെ ആണ് ഇത്തരമൊരു വിധി അമ്പയർ നടത്തിയെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. മുൻ താരങ്ങളടക്കം തേർഡ് അമ്പയർക്കെതിരെ ശക്തമായി രംഗത്തെത്തി. RCBയെ സംബന്ധിച്ച് ഇത് നിർണായക വിധിയായി മാറുകയും ചെയ്തു. സാൾട്ടിന്റെ കാലുകൊണ്ട് ബൗണ്ടറി റോപ്പ് അല്പം ചലിക്കുന്നതാണ് കാണാനായതെന്ന് മൈക്കിൾ വോൺ അഭിപ്രായപ്പെടുകയും ചെയ്തു. മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ബൗണ്ടറി ലൈൻ സാൾട്ടിന്റെ കാലുകൊണ്ട് അനങ്ങുന്നത് കാണാമെന്നാണ് സുനിൽ ഗവാസ്കറും അഭിപ്രായപ്പെട്ടത്. എന്തായാലും ഹൈദരാബാദിനെ പ്രതികൂലമായി ബാധിച്ച വിക്കറ്റായിരുന്നു ക്ലാസിൻ്റേത്. ക്ലാസിനും ഇഷാൻ കിഷനും ചേർന്ന് ഇതേ ഫോമിൽ സ്കോർ ഉയർത്തുകയായിരുന്നെങ്കിൽ വലിയ സ്കോറിലേക്ക് ഉയരാൻ ഹൈദരാബാദിന് സാധിക്കുമായിരുന്നു. എന്നാൽ ക്ലാസിൻ്റെ ഈ നിർണായക വിക്കറ്റ് കളിയുടെ ഗതി തന്നെ മാറ്റിമറിച്ചെന്ന് പറയാം. ഇത്തരമൊരു ക്യാച്ച് ഉണ്ടാകുമ്പോൾ കൂടുതൽ പരിശോധനയും വ്യക്തമായ തീരുമാനങ്ങളും അമ്പയറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ ഇതിന് മുതിരാതെ തിടുക്കപ്പെട്ട് തേർഡ് അമ്പയർ തീരുമാനം എടുക്കുകയായിരുന്നു. എന്തായാലും ഈ വിക്കറ്റ് മത്സരഫലം മാറ്റിമറിക്കുന്നതിൽ നിർണായകമായെന്ന് നിസ്സംശയം പറയാം. ഈ വിക്കറ്റിൻ്റെ പേരിൽ ക്രിക്കറ്റ് ലോകത്ത് പുതിയ ഒരു വിവാദങ്ങളും ചർച്ചകളും തുടക്കമിടുകയും ചെയ്തു.